നമസ്കാരം. തമിഴ് സിനിമയിലെ എന്ന് മാത്രമല്ല സൂര്യ ജ്യോതിക ദമ്പതികളെ ആരാധിക്കുന്നവർക്കെല്ലാം അവരൊരു മാതൃകാ ദമ്പതിമാർ തന്നെയാണ്. ഭാര്യ സൂര്യ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നും കരിയറിൽ ഇരുവരും എത്രത്തോളം പിന്തുണ നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും പല അഭിമുഖങ്ങളിലും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം പലപ്പോഴും വൈറലായിരുന്നു. ജ്യോതികയെ സൂര്യ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ട് ദ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നാണ് ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ തമിഴ് സിനിമയിലെ താരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നിരവധി കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രമുഖ താരങ്ങളെക്കുറിച്ചുള്ള കഥകളുണ്ടെന്നാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴിതാ കോളിവുഡിന്റെ പ്രിയ ദമ്പതിമാരായ സൂര്യ ജ്യോതിക താരങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് പ്രചരിക്കുന്നത്. ഇരുവരും വർഷങ്ങൾ നീണ്ട പ്രണയത്തിനു ശേഷം വിവാഹിതരായവരാണ്. സൂര്യയും ജ്യോതികയും ആദ്യമായി കണ്ടുമുട്ടിയത് പൂവെല്ലാം കേട്ടുപാർ എന്ന തമിഴ് സിനിമയിലൂടെ സെറ്റിൽ വെച്ചാണ്. അതിനുശേഷം 11ഓളം സിനിമകൾ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പതിയെ ഈ സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു. 7 വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരായത്. 2006 വിവാഹം. 2 മക്കളാണ് സൂര്യയ്ക്കും ജ്യോതികയ്ക്കും. വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷങ്ങൾ പിന്നിടുന്നു. എങ്ങനെയാണ് 25 വർഷക്കാലമായി ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ജ്യോതികയ്ക്ക് അതിന് കൃത്യമായ മറുപടിയുണ്ട്. അതിന് കാരണം ഞങ്ങളുടെ സൗഹൃദമാണെന്ന് ജ്യോതിക പറയുന്നു. അതുപോലെ ശിവകുമാറും തങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടിയെ സൂര്യ വിവാഹം ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അപ്പോഴേക്കും ജ്യോതികയും സൂര്യയും പ്രണയമായി. ആദ്യമൊന്നും ശിവകുമാർ ആ ബന്ധത്തെ അനുകൂലിച്ചിരുന്നില്ല. പിന്നെ മാധ്യമങ്ങളിലടക്കം ജ്യോതിക സൂര്യ പ്രണയം ചർച്ചയായതോടെയാണ് ശിവകുമാർ സമ്മതിച്ചത്. അതുപോലെ കാർത്തിയും തമന്നയും പ്രണയത്തിലായിരുന്നു. ശിവകുമാർ ഇടപെട്ടതോടെയാണ് കാർത്തി അതിൽ നിന്നും മാറി വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം വിവാഹിതനായത് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. തമിഴ് സിനിമയിലെ ഏറ്റവും സ്ട്രോങ് ആയ കപ്പിൾസാണ് ഇന്ന് സൂര്യയും ജ്യോതികയും. ഇരുവരെയും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെങ്കിലും ഇന്നും അതേ സ്നേഹം പിന്തുടരുന്നവരാണ്. ജീവിതത്തിലും കരിയറിലും ഒക്കെ പരസ്പരം താങ്ങും തണലുമാകാൻ താരങ്ങൾക്ക് സാധിക്കാറുണ്ട്. സൂര്യയുടെ സിനിമാ ജീവിതത്തിന് കട്ട സപ്പോർട്ടുമായി സൂര്യ നിന്നതുപോലെ ഭാര്യയ്ക്ക് വേണ്ടി സൂര്യയും പിന്തുണയ്ക്കാൻ എത്താറുണ്ട്. എന്നാൽ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു കുടുംബാംഗങ്ങളുമായി പ്രശ്നങ്ങളുണ്ടെന്നതാണ് കഴിഞ്ഞ കുറെ കാലമായി പ്രചരിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ സൂര്യനായകനായ റെട്രോ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് പ്രചരിക്കുന്നത്. അടുത്തിടെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചെന്നൈയിൽ വെച്ച് നടത്തിയിരുന്നു. അതിൽ പങ്കെടുക്കാൻ സൂര്യയുടെ അച്ഛനും നടനുമായ ശിവകുമാറും സഹോദരനും നടനുമായ കാർത്തിയുടെ മകൾ അടക്കമുള്ളവരും എത്തിയിരുന്നു. എന്നാൽ ഭാര്യയായ ജ്യോതികയുടെ അസാന്നിധ്യം പല അഭ്യൂഹങ്ങൾക്കും കാരണമായി. പലപ്പോഴും തന്റെ ഭാര്യയെക്കുറിച്ച് വികാരഭരിതനായി സംസാരിക്കാനുള്ള ആളാണ് സൂര്യ. ജ്യോതിക തന്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്ന ആളാണെന്നും നടൻ പറയാറുണ്ട്. എന്നാൽ ജ്യോതികയ്ക്ക് സൂര്യയുടെ വീട്ടുകാരുമായി ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് കഥകൾ. റെട്രോ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ നടി പങ്കെടുക്കാത്തതിന് കാരണം പോലും സൂര്യയുടെ പിതാവ് ശിവകുമാറാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിന് കാരണമായി ചില കാര്യങ്ങളും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൂര്യയുമായുള്ള വിവാഹം കഴിഞ്ഞതു മുതൽ ചെന്നൈയിൽ താമസിച്ചിരുന്ന ജ്യോതിക കഴിഞ്ഞ വർഷമാണ് മുംബൈയിലേക്ക് താമസം മാറുന്നത്. അതിന് കാരണമായി പറഞ്ഞത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണെന്നും അതല്ല ജ്യോതികയുടെ വീട്ടുകാരെ നോക്കുന്നതിന് വേണ്ടിയാണെന്നും ഒക്കെയായിരുന്നു അത്. എന്നാൽ ഇതല്ലാതെ സൂര്യയുടെ പിതാവുമായി ചില അഭിപ്രായ വ്യത്യാസം വന്നതാണെന്നും കഥകളുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ താരകുടുംബം തയ്യാറായിട്ടുമില്ല. മുംബൈയിലേക്ക് പോയെങ്കിലും സിനിമയുടെ ആവശ്യങ്ങൾക്കും മറ്റുമായി സൂര്യയും ജ്യോതികയും ചെന്നൈയിലെത്താറുണ്ട്. എന്നാൽ പുതിയ സിനിമയുടെ ചടങ്ങിൽ അമ്മായി അച്ഛൻ വരുന്നതുകൊണ്ടും അദ്ദേഹവുമായി നേരിട്ട് കാണേണ്ടി വരുമെന്നതിനാൽ ജ്യോതിക മാറി നിന്നതാണെന്നാണ് പറയപ്പെടുന്നത്. സിനിമാ നടനാണെങ്കിലും ജീവിതത്തിൽ നിബന്ധനകളും കടുംപിടുത്തങ്ങളും ഒക്കെയുള്ള ആളാണ് ശിവകുമാർ. വിവാഹശേഷവും സ്ത്രീകൾ അഭിനയിക്കാൻ പോകുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത നടൻ മൂത്ത മരുമകളെയും നിയന്ത്രിച്ചിരുന്നു. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞതു മുതൽ ജ്യോതിക അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നത്. എന്നാൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജ്യോതിക ശക്തമായ കഥാപാത്രങ്ങളുടെ സിനിമയിലേക്ക് തിരിച്ചു വന്നു. അതുവരെ മക്കളുടെ കാര്യം നോക്കി ഒതുങ്ങി ജീവിച്ച ഭാര്യയ്ക്ക് സകല പിന്തുണയും നൽകി അഭിനയത്തിൽ സജീവമാക്കിയത് സൂര്യയാണ്. എന്നാൽ മരുമകൾ അഭിനയിക്കുന്നതിനെ ശിവകുമാർ ശക്തമായി എതിർത്തു. ഇത് ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി. ഇതോടെയാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും താമസം മാറി മുംബൈയിലേക്ക് പോകാമെന്ന് ജ്യോതികയുടെ തീരുമാനത്തിൽ പിന്നിലെന്നാണ് കഥകൾ. തമിഴിലെ പ്രമുഖ യൂട്യൂബ് ചാനലുകളും മാധ്യമപ്രവർത്തകരും ഒക്കെ സൂര്യ ജ്യോതിക കുടുംബത്തിന് അകത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഇതിനകം അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ താരകുടുംബത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് റെട്രോ സിനിമകളും അനുബന്ധ പ്രശ്നങ്ങളും. അതേസമയം ഒരുമിക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ജ്യോതികയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിവാഹത്തോടെ സിനിമാരംഗം ജ്യോതികയ്ക്ക് വിടേണ്ടി വന്നു. സൂര്യയുടെ പിതാവ് ശിവകുമാറായിരുന്നു ഇക്കാര്യത്തിൽ നിർബന്ധം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ജ്യോതിക സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നു. ചെന്നൈയിൽ നിന്നും സ്വന്തം നാടായ മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തു. എന്നാൽ ചെന്നൈയിലേക്ക് വരുമ്പോൾ പോലും സൂര്യയ്ക്കൊപ്പം ചെന്നൈയിലെ വീട്ടിൽ താമസിക്കാറില്ല എന്നാണ് പറയുന്നത്. ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാറാണ് പതിവെന്നും പറയുന്നു. മാത്രമല്ല താരകുടുംബത്തെക്കുറിച്ച് ബൈൽവൻ രംഗനാഥനും സംസാരിക്കുകയുണ്ടായി. ജ്യോതികയും ശിവകുമാറും തമ്മിൽ ഇപ്പോഴും അകൽച്ചയുണ്ടെന്ന് ബൈൽവൻ രംഗനാഥൻ പറയുന്നുണ്ട്. ചെന്നൈയിൽ വലിയൊരു സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് തന്റെയും കാർത്തിയുടെയും സൂര്യയുടെയും കുടുംബം ഒന്നായിരിക്കണമെന്നാണ് ശിവകുമാർ ആഗ്രഹിച്ചത്. എന്നാൽ അതിന് ജ്യോതിക തയ്യാറായില്ല. ഭർത്താവിനെയും മക്കളെയും മുംബൈയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നെന്നും ബൈൽവാൻ രംഗനാഥൻ പറയുന്നു. ജ്യോതികയ്ക്കുള്ളിൽ സൂര്യയും സൂര്യയ്ക്കുള്ളിൽ ജ്യോതികയുമുണ്ട്. അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. സൂര്യയുടെ അച്ഛനെയാണ് ജ്യോതികയ്ക്ക് ഇഷ്ടമില്ലാത്തതെന്നും ബൈൽവാൻ രംഗനാഥൻ പറയുന്നു. ശിവകുമാർ സമ്മതിക്കാത്തതിനാലാണ് ജ്യോതിക കുറെ കാലം അഭിനയിക്കാതിരുന്നത്. മുമ്പ് സൂര്യയേക്കാൾ പ്രതിഫലം ജ്യോതികയാണ് വാങ്ങിയിരുന്നത്. മരുമകൾക്ക് വീണ്ടും അഭിനയിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ശിവകുമാറിന് അത് തടയുന്നത് ശരിയല്ല. നിങ്ങൾ എന്റെ ഭർത്താവിന് ജന്മം നൽകിയ ആളായിരിക്കും. എന്നാൽ ഭർത്താവ് എന്നെ വീണ്ടും അഭിനയിക്കാൻ അനുവദിക്കുന്നു. പിന്നെ നിങ്ങൾ ആരാണ് തടയാൻ എന്ന ചോദ്യം
മനസ്സിൽ വരും. അത് സ്വാഭാവികമാണെന്നും വേൽവൻ രംഗനാഥൻ പറയുന്നു. സൂര്യയുടെ പ്രണയവിവാഹം നടത്തിക്കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇളയ മകൻ കാർത്തിയെയും അങ്ങനെ വിടാൻ ശിവകുമാർ തയ്യാറായിരുന്നില്ല. സ്വന്തം സമുദായത്തിലെ പെൺകുട്ടിയെ കൊണ്ട് വിവാഹം ചെയ്യിച്ചു. കാർത്തിയോട് തന്നെ ഇക്കാര്യം പറഞ്ഞു. ചേട്ടനെ ഞാൻ വിട്ടുകൊടുത്തു, നീ അങ്ങനെ പോകരുതെന്ന് ശിവകുമാർ പറഞ്ഞപ്പോൾ കാർത്തി അനുസരിച്ചെന്നും വേൽവൻ രംഗനാഥൻ പറയുന്നു. മുംബൈയിലേക്ക് മാറിയ ശേഷം കരിയറിലെ തിരക്കുകളാണ് ജ്യോതിക. ബോളിവുഡിൽ തുടരെ പ്രൊജക്ടുകൾ ചെയ്യുന്നു. മലയാളത്തിൽ കാതൽ എന്ന സിനിമയും അഭിനയിച്ചു. ഇവയെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ തമിഴകത്ത് ജ്യോതിക സിനിമകൾ ചെയ്തിട്ട് ഏറെ കാലമായി. തനിക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകൾ ചെയ്യാൻ നടി തയ്യാറല്ല. നായികമാർക്ക് തമിഴ് സിനിമകൾ പ്രാധാന്യം ലഭിക്കാത്തതിനെ ജ്യോതിക വിമർശിക്കാറുണ്ട്. മുംബൈയിലേക്ക് മാറിയ ശേഷം ജ്യോതിക വളരെ തുറന്ന് സംസാരിക്കുന്നുണ്ടെന്നും ചെന്നൈയിൽ സൂര്യയുടെ വീട്ടിലേക്കാൾ സ്വാതന്ത്ര്യത്തോടെയുള്ള ജീവിതമാണെന്ന് തോന്നുന്നെന്നും ആരാധകർ പറയാറുണ്ട്. അതേസമയം ഭർത്തൃപിതാവുമായി തനിക്ക് പ്രശ്നമില്ലെന്നും തന്റെ കരിയറിനെ അദ്ദേഹം പിന്തുണയ്ക്കാറുണ്ടെന്നുമാണ് ജ്യോതിക ഒരിക്കൽ പറഞ്ഞത്. മുംബൈയിലേക്ക് താമസം മാറിയതിന് പ്രധാന കാരണം തന്റെ മാതാപിതാക്കൾക്കൊപ്പം സമയം കണ്ടെത്താനാണെന്നും ജ്യോതിക അന്ന് വ്യക്തമാക്കി. അതേസമയം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കുറ്റപ്പെടുത്തലുകൾ അടുത്ത കാലത്ത് നടി ജ്യോതികയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. തമിഴ് സിനിമാ ലോകത്തെ വില കുറച്ച് കാണുന്നു, താരങ്ങളെ പരിഹസിക്കുന്നു എന്നെല്ലാമാണ് ആരോപണങ്ങൾ. ചെന്നൈ വിട്ട് മുംബൈയിലേക്ക് ജ്യോതികയും സൂര്യയും താമസം മാറിയ ശേഷമാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. താരദമ്പതികളുടെ വ്യക്തിപരമായ തീരുമാനത്തെ സ്വന്തം അഭിമാന പ്രശ്നം പോലെയാണ് കോളിവുഡ് ആരാധകർ കാണുന്നത്. ചെന്നൈയിൽ നിന്ന് മാറിയ ശേഷം ജ്യോതിക വല്ലാതെ മാറിയെന്നും അഹങ്കാരിയായെന്നും താരമാക്കി മാറ്റിയ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നിന്ദിക്കുകയാണെന്നും വാദമുണ്ട്. കഴിഞ്ഞ ദിവസം നടി സിമ്രാൻ നടത്തിയ ആരോപണം ഇതിന് ആക്കം കൂട്ടി. സഹപ്രവർത്തകയായി നടിയോട് അവർ ചെയ്ത റോളിൽ തന്റെ അഭിപ്രായം പറഞ്ഞു. ആന്റി റോളുകൾ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണെന്നാണ് ആ നടി നൽകിയ മറുപടി. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇൻസെൻസിറ്റീവായ മെസ്സേജ് ആണതെന്നും സിമ്രാൻ പറഞ്ഞു. സിമ്രാൻ നടിയുടെ പേര് പറഞ്ഞിരുന്നില്ല. എന്നാൽ ജ്യോതികയാണിതെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നു. വിവാദത്തിനിടെ സോഷ്യൽ മീഡിയയിൽ ജ്യോതിക പങ്കുവച്ച ഫോട്ടോയും വൈറലായിരുന്നു. ഭർത്താവ് സൂര്യയ്ക്കൊപ്പം ക്ഷേത്ര ദർശനം നടത്തിയ ഫോട്ടോകൾ ജ്യോതിക പങ്കുവച്ചു. ഹേറ്റേഴ്സിനെ അവഗണിക്കുന്ന ജ്യോതികയെ ആരാധകർ അവഗണിച്ചു. അവർ ട്രോൾ ചെയ്യട്ടെ, ജ്യോതിക അതൊന്നും കാര്യമാക്കാതെ തന്റെ ഏറ്റവും നല്ല ജീവിതം ജീവിക്കുകയാണ്. സമാധാനപരമായ ചിരിയും ആത്മവിശ്വാസവും സ്വന്തം പുരുഷനുമൊപ്പമുണ്ട്. നിരന്തരം ഷെയ്മിങ്ങും വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഹേറ്റേഴ്സിനുള്ള മുഖത്തടിയാണിതെന്നാണ് ഒരാളുടെ കമന്റ്. സൂര്യ ജ്യോതികയോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും ആരാധകർ ചൂണ്ടിക്കാട്ടി. അതേസമയം ജ്യോതികയെ വിമർശിക്കുന്നവരും ഏറെയാണ്. പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ ജ്യോതിക മറുപടി നൽകേണ്ടതുണ്ടെന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെയുണ്ട്. നിങ്ങളുടെ നിശബ്ദത ആരാധകരെ പോലും ദേഷ്യം പിടിപ്പിക്കുന്നു. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് പോലും ചിലപ്പോൾ തോന്നുന്നു. അല്ലെങ്കിൽ ആരോപണങ്ങൾ വ്യക്തത വരുത്തി പ്രസ്താവന പുറത്തുവിടൂ എന്നാണ് ഒരു ആരാധകന്റെ അഭ്യർത്ഥന. സിമ്രാൻ വിമർശിച്ച് സംസാരിക്കുന്ന വീഡിയോയ്ക്ക് താഴെയും കമന്റുകൾ വരുന്നുണ്ട്. ഭർത്താവിനെ മാത്രം പുകഴ്ത്തുന്നു, ഭർത്താവ് മാത്രം മതിയെന്നാണല്ലോ എന്നെല്ലാം ചോദ്യങ്ങളുമുണ്ട്. അതേസമയം സിമ്രാൻ പറഞ്ഞ നടി ജ്യോതിക തന്നെയാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് വാദിക്കുന്നതെന്ന ചോദ്യവുമുണ്ട്. സിമ്രാനും ജ്യോതികയും സുഹൃത്തുക്കളാണ്. അവർ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. മറ്റ് നടിമാരെ ഇകഴ്ത്തി സംസാരിക്കുന്ന സ്വഭാവം ജ്യോതികയ്ക്കില്ല. ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ലെന്നാണ് ചിലരുടെ കമന്റുകൾ. ജ്യോതികയ്ക്ക് നേരെ വരുന്ന ഹേറ്റിന് പ്രധാന കാരണം താരപത്നിയായി സൂര്യയുടെ കൂട്ടുകുടുംബത്തിൽ ഒതുങ്ങി കഴിയാത്തതാണെന്ന അഭിപ്രായമുണ്ട്. യാഥാസ്ഥിതികരായ പലർക്കും ഭർത്താവിനൊപ്പം ജ്യോതിക മുംബൈയിലേക്ക് താമസം മാറിയത് ഉൾക്കൊള്ളാനാകുന്നില്ല. തമിഴകത്തു നിന്നും എല്ലാം നേടിയ ആളാണെന്ന് ജ്യോതിക മറക്കരുതെന്നാണ് ഇവരുടെ വാദം. ജ്യോതിക ഭർത്താവിനെ വീട്ടിൽ തിരിച്ചെത്തുന്നതുവരെ ഇത്തരം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുമെന്നും തുടരുമെന്നും ആരാധകർ പറയുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.